രാമമന്ത്രങ്ങൾ ഉയർന്ന അയോധ്യ നഗരിയിൽ ധർമ്മധ്വജം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാമക്ഷേത്രത്തിൽ കാവി പതാക ഉയർത്തിയത്. 10 അടി ഉയരവും 20 അടി നീളവുമുള്ളതാണ് പതാക. രാമക്ഷേത്രത്തിന്റെ 161 അടി ഉയരമുള്ള പ്രധാന ഗോപുരത്തിലാണ് പതാക സ്ഥാപിച്ചത്. ഓം, രഘുവംശ ചിഹ്നമായ സൂര്യൻ, കാഞ്ചനാര എന്ന ചുവന്ന മന്ദാരം എന്നീ ചിത്രങ്ങൾ പതാകയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. രാമക്ഷേത്രത്തിൽ പതാക ഉയർന്നതോടെ നൂറ്റാണ്ടുകളായുള്ള മുറിവുണങ്ങിയെന്നും വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാംസ്കാരിക ഉണർവിന്റെ നിമിഷമെന്നാണ് നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. आज संपूर्ण भारत, संपूर्ण विश्व राममय है। हर राम भक्त के हृदय में अद्वितीय संतोष है, असीम कृतज्ञता है, अपार अलौकिक आनंद है। सदियों के घाव भर रहे हैं, सदियों की वेदना आज विराम पा रही है, सदियों का संकल्प आज सिद्धि को प्राप्त हो रहा है। കഴിഞ്ഞ വർഷം ജനുവരി 22-ന് നടന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യ കാത്തിരുന്ന ദിനമായിരുന്നു ഇന്നത്തേത്. കഴിഞ്ഞ ഒക്ടോബർ 27-നാണ് നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായത്. നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുന്നേ പ്രതിഷ്ഠ നടത്തിയത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് എന്ന വിമർശനമൊക്കെ അന്ന് ഉയർന്നിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം പങ്കെടുക്കാനുള്ള അവസരം നൽകിയതും അന്ന് ചെറിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു. വിശ്വാസപ്രകാരം ഏറെ സവിശേഷതകളുള്ള ദിവസത്തിലാണ് പതാക ഉയർത്തൽ ചടങ്ങ് നടത്തിയത്. ശ്രീരാമനും സീതയും ഒന്നിച്ചു എന്ന് വിശ്വസിക്കുന്ന വിവാഹ പഞ്ചമി ദിവസം കൂടിയാണിന്ന്. അയോധ്യയിൽ ധ്യാനമിരുന്നിട്ടുള്ള ശ്രീ ഗുരു തേജ് ബഹാദൂറിന്റെ രക്തസാക്ഷി ദിനവും ഇന്നാണ്. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി എന്നത് മാത്രമല്ല, സനാതനധർമ്മത്തിലെ ശക്തമായ മുഹൂർത്തമാണ് ഇത് എന്ന് അയോധ്യാവാസികളും പ്രതികരിച്ചു. नगरी है बहुत अच्छी हुई है और उन्हीं योगी की वजह से यही जो है कि मंदिर बन पाया इतना अच्छा। हम लोग यहाँ घूमने आते हैं, बहुत अच्छी फैसिलिटीज है। हम लोग ऐसा कभी कल्पना नहीं किए थे कि हम लोग ऐसे दर्शन कर पाएंगे। इतना भव्य स्वरूप भगवान का हम लोग ബിജെപിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ വാഗ്ദാനമാണ് ഇപ്പോൾ പൂർണ്ണമായി നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബിജെപിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി എന്നതും ഒരു യാഥാർത്ഥ്യം. മറുഭാഗത്ത് അയോധ്യ സന്ദർശകരുടെ എണ്ണത്തിൽ റെക്കോർഡിടുകയാണ്. ഈ വർഷം ആദ്യ 6 മാസം തന്നെ 23 കോടി പേരാണ് ക്ഷേത്രത്തിലെത്തിയത്. ഈ വർഷം ആകെ സന്ദർശകർ 50 കോടി കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അയോധ്യ വഴിയുള്ള വരുമാനം 4 ലക്ഷം കോടിയിലേക്ക് എത്തുമെന്നും കണക്കാക്കുന്നു. 1 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ ലക്ഷ്യത്തിന് കരുത്തു പകരുന്നതിൽ അയോധ്യയ്ക്ക് വലിയ പങ്കുണ്ട്.